ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇ സ്പോർട്സ് ലോഗോകൾ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിനെ കുറിച്ച് ഒരു സ്റ്റൈൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് നമ്മുടെ ഫോട്ടോഷോപ്പിലാണ് പറ്റുന്നത്. പി സിയിലെ ഫോട്ടോഷോപ്പിൽ, സാധാ ഫോട്ടോഷോപ്പിൽ ഞാൻ നോക്കി. നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രാക്ക്ഡ് ഫോട്ടോഷോപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ അതിനകത്ത് ഇത് കണ്ടിട്ടില്ല. ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ജസ്റ്റ് നമുക്ക് നമ്മളുടെ എന്താ പറയുക, ക്ലാൻ്റെ പേരോ അല്ലെങ്കിൽ ആ ഇ സ്പോർട്സിൻ്റെ പേരോ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയ 3 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, 3-4 ലെറ്റേഴ്സോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അതിന് പ്രത്യേകിച്ച് ലോഗോ ഉണ്ടെങ്കിൽ അതോ, അങ്ങനെ അതെടുത്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ റൈറ്റ് നോക്കിയപ്പോൾ ക്വിക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ടാബ് കണ്ടു. അപ്പോൾ ആ ഒരു ടാബിൻ്റെ ആക്ഷൻസിനകത്ത് നിന്ന് ആ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ പേര് കൊള്ളാമെന്ന് വിചാരിച്ച് ATN എന്ന് അതിനകത്ത് നിന്ന് എടുക്കുകയാണ്. ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രം. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഒരു T ക്രിയേറ്റ് ചെയ്തു. ഞാൻ അടുത്തൊരു N കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ഫില്ല് ചെയ്യുന്നത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളർ വെച്ചായിരിക്കും, അതാണ് ബ്ലാക്ക് ആയിരിക്കും. അപ്പം ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ അതൊരു എന്താ പറയുക, അവിടെ ഒരു ലെയർ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് സാധനം. കാരണം നമുക്ക് ഇനി അടുത്ത ഒരു പാർട്ട് വരുമ്പോൾ അതാണ് അവിടുത്തെ മെയിൻ ആവശ്യം. അപ്പോൾ ഞാൻ എന്തായി എന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്നെ കുറച്ചുകൂടെ ഷാർപ്പായിട്ടിരിക്കട്ടെ, കാരണം നമുക്കൊരു അഗ്രസീവ് ഫീലിങ്നെസ് കിട്ടും. അപ്പോൾ കൂടുതൽ ഈ സ്പോർട്സ് ക്ലാൻസും അഗ്രസീവായിട്ട് കളിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് കൊണ്ടാവാം ഷാർപ്പ് എഡ്ജസ് ഉള്ള ലോഗോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മാറ്റം വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3 ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒരു വോയിസ് ഓവറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് തെറ്റുകളൊക്കെ വരും. അപ്പോൾ വെറുതെ വിട്ടേക്ക് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ, അപ്പോൾ ഇനിയാണ് മെയിൻ കാര്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആ ഒരു ബേസിക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ടെക്സ്ചർ കൊടുക്കാനുണ്ട്. അപ്പോൾ ടെക്സ്ചർ കൊടുക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗൂഗിൾ എടുത്തിട്ട് മുകളിലായിട്ട് നമ്മൾ സ്റ്റീൽ ടെക്സ്ചേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്റ്റീൽ ടെക്. ഓക്കെ, ഉടനെ എൻജിനീയറിങ് കയറി വന്നു. അതല്ലേലും ഉള്ളതാണ്. നിങ്ങളുടെ സപ്പുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇമേജസിൽ പോവുക. സ്റ്റീൽ ടെക്സ്ചേഴ്സ് എന്ന് സെർച്ച് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ കുറേ റോക്കി ബൈമാരെ കാണാൻ എല്ലാം ഒരേ കണക്കൊക്കെ ഇരിക്കും. പക്ഷേ നമുക്ക് വേണ്ടായിട്ട് നമ്മൾ സെർച്ച് ചെയ്തെടുക്കണം. കുറേ പേര് അതും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ടെക്സ്ചർ എന്താ പറയുക, നീറ്റായിട്ടിരിക്കരുത്. നമുക്കൊരുമാതിരി എന്താ പറയുക, സ്ക്രാച്ച്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രഡ്ജസ് ഉള്ളതാണോ അല്ലെങ്കിൽ ഒരുമാതിരി ഒരഞ്ഞ തേഞ്ഞാണെങ്കിൽ ഇരിക്കണം. സംഭവം അതാണ് നമുക്ക് വേണ്ടത്. എന്നാലും നമ്മളൊരു എന്താ പറയുക, ഒരു അഗ്രസീവ് അടിയൊക്കെ കൊണ്ടതാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ കുറേ ടാബ്സുകൾ കാണും, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അത് ഇത് തേങ്ങാമാങ്ങ. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ക്രാച്ചിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ വേണ്ട ആവശ്യത്തിനുള്ള മുത്തുകളൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്തൊരു നൈസ് റോക്കി ബൈ അങ്ങോട്ട് സെലക്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കോപ്പി ഇമേജ് ആക്കിയിട്ട് നമ്മൾ നേരെ ഫോട്ടോഷോപ്പിലോട്ട് പോവുക. ഫോട്ടോഷോപ്പിൽ പോയിട്ട് അതങ്ങോട്ട് Ctrl+V അടിച്ച് പേസ്റ്റ് കൊടുക്കുക ഗൈസ്. പേസ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ Ctrl+T അടിച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ ആ ഒരു നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബേസിക് ഷേപ്പിൻ്റെ മണ്ടയിൽ ഫുള്ള് കവറേജ് കിട്ടുന്ന രീതിയിൽ വെക്കണം. എന്നാലും നമ്മളുടെ അടുത്തൊരു ഓപ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് പണി വരത്തുള്ളൂ. എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത ലെയർ ഇങ്ങോട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് അവിടെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഒരു ഓപ്ഷനിലൊന്നുകൂടി ഞെക്കിയാൽ മതി. സംഭവം ഈസി. അപ്പോൾ ഇത്ര നേരം നമ്മൾ ചെയ്തത് എളുപ്പമായിരുന്നു, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയാണ് മെയിൻ കാര്യങ്ങൾ വരാൻ പോകുന്നത്. നമ്മൾ താരത്തെ ആ ഒരു മെയിൻ ബേസിക് ഷേപ്പുള്ള ലെയർ സെലക്ട് ചെയ്തിട്ട് FXൽ പോവുക. FXൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ബെവൽ ആൻഡ് എംബോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഫസ്റ്റ് ഓപ്ഷനാണ്. അത് ഞെക്കുക ഗൈസ്. അപ്പോൾ അതിൽ ഞെക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബാറൊക്കെ ഓപ്പണായി വരും. ആ ഒരു ടാബ് ഓപ്പണായി വരും. ആ ഒരു ടാബിൽ ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന കണക്ക് തന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ചെയ്യുക. അതായത് നമ്മുടെ ഇന്നർ ബെവൽ എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഓരോന്നൊക്കെ കാണിച്ചു തരും. അതൊക്കെ അതിനൊക്കെ ട്രൈ സ്മൂത്ത് ആക്കണമല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഡെപ്ത് ആണെങ്കിൽ ഫുള്ള് മാക്സിമം ഇട്ടുതരാം. 1000 ഇട്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ അപ്പ് കൊടുക്കുക. കാരണം നമുക്ക് ഡൗൺ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ മോളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഡൗൺ ഇട്ട് കഴിഞ്ഞാൽ താഴെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സൈസ് ഒരു 50 ഇട്ടേക്ക്. ഇതായിരുന്നു 49 കൊണ്ട് ഇട്ടേക്കുന്നത്. ചേട്ടാ, 50 ഇത്രയും പിശുക്കൊന്നും വേണ്ട കേട്ടോ. 50 കളിക്കാം. അപ്പോൾ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു സാധനം കൊണ്ടുണ്ട്. അതൊക്കെ അത് കണക്ക് വിട്ടേരാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആംഗിളാണെങ്കിൽ ഒരു 90 ഡിഗ്രി കൊടുക്കുക ഗൈസ്. 90 ഇതൊക്കെ ആരുടെ 88 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 90 കൊടുക്കുക. 90 കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടുത്തെ മെയിൻ കളി വരുന്നത്. നമ്മൾ ഈ ഗ്ലോസ് കോണ്ടോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിലേക്ക് ഇത് കണക്ക് വെള്ള 2 മല നിൽക്കുന്നുണ്ടല്ലോ, അല്ലേ, കറുത്ത 2 മല. അത്
ഇടണം. സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ ഡയഗണൽ വരെയായിരിക്കും വരുന്നത്. അതിന് പകരം ഈ സെക്കൻഡ് റോയിൽ ഈ സെക്കൻഡ് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, കോളമാണോ സെക്കൻഡ് റോയും കോളം എല്ലാം അത് തന്നെ. അപ്പോൾ അതിനകത്ത് രണ്ടാമത് കിടക്കുന്ന ആ ഒരു കറുത്ത 2 മല നിൽക്കുന്നതോ അല്ലെങ്കിൽ വെള്ള 2 മല തലകുത്തിയിരിക്കുന്നതോ, ഇതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കണ്ണിൻ്റെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഞെക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അവിടെ നമ്മളുടെ മെയിനായിട്ട് ആ ഒരു ബേസിക് ഷേപ്പിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ കിടക്കുന്ന ആ ഒരു രണ്ടാമത്തെ സാധനത്തിനെയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യില്ല. ഓവർലൈ മൾട്ടിപ്ലൈ അതൊക്കെ അവർ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെറുതെ അതിനകത്ത് കുത്തിപ്പണിയാനും നിൽക്കേണ്ട. എന്നിട്ട് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ പണി കുറച്ച് പകുതി തീരും. അപ്പോൾ ഡ്രോപ്പ് ഷാഡോയും കൂടി ഇടാറുണ്ട്. ഡ്രോപ്പ് ഷാഡോ ഞാൻ ആൾറെഡി ഇട്ടേക്കുന്നുണ്ടാണ് ഈ ഒരു ഫോമിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് പറഞ്ഞുതരാം. ബ്ലെൻഡ് മോഡ് നമ്മളുടെ നോർമൽ ഇടുക, ഒപ്പാസിറ്റി 100 ഇടുക, ആംഗിൾ 90 ഡിഗ്രി കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കി അടിക്കുക. 200 എത്രയൊക്കെ ഉണ്ട്. സ്പീഡും 4 ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡല്ലല്ലോ, സ്പ്രെഡ് 4 ഉണ്ട്. സൈസ് അതൊക്കെ കണക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ കോണ്ടൂർ, ഇവിടെ ഒരു കോണ്ടൂറിൽ ഒരു പണിയും ചെയ്യേണ്ട കേട്ടോ. ഒരെണ്ണം അത് ചെയ്താൽ മതി. വേറെ ഇവിടെ കിടന്ന് ഇതൊന്നും കാണിക്കാൻ നിൽക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഗൂഗിളിൽ പോകുക. കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട മുത്തേ. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പ്ലെയിനായിട്ട് വിടണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ സേവ് ചെയ്യാൻ കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഈ സ്പോർട്സിൻ്റെ സംഭവം ലോഗോ എവിടെയെങ്കിലും അവർക്ക് ഇതിലൊക്കെ ഇത് കണക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് ഇത് കണക്ക് മറ്റേ സ്ലോട്ട് ലിസ്റ്റിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിന് മുമ്പുള്ള സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ക്വിക്ക് എക്സ്പോർട്ട് PNG കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതല്ല ഇനി അത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ആക്കി ഇടണമെങ്കിൽ അതിനാണ് ഞാൻ ഈ സ്ക്വയർ 4000 × 4000 സൈസ് സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സൈസിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന അതേ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ Ctrl+V അടിക്കുക. എന്നിട്ട് ആ ഒരു ലെയർ ഏറ്റവും താഴെ കൊണ്ടുവരിക. ഏറ്റവും താഴെ കൊണ്ടുവന്നതിന് ശേഷം അതിന് ട്രാൻസ്ഫോം ചെയ്ത് ഫുൾ ഒരു ആ സ്ക്വയറിൻ്റെ സൈസിലാക്കുക. എന്നിട്ട് നമ്മൾ പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് എസ്തെറ്റിക്സ് വേണം കേട്ടോ. കാരണം മുകളിൽ നിന്ന് ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിന് വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഒരു ലൈറ്റ് ഇത്രയും ഒരു രീതിയിലുള്ള ഒരു ലൈറ്റ് ഇടാൻ പോവുകയാണ് കഴിച്ചത്. അപ്പോൾ അതിനായിട്ട് വെള്ള കളർ സെലക്ട് ചെയ്യുക. വെള്ള കളർ സെലക്ട് ചെയ്യുന്നതിനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് സെലക്ട് ചെയ്യാൻ കേട്ടോ. എനിക്കൊരു അഭിപ്രായമില്ല. ഇനിയിപ്പോൾ അത് ഉത്സവമായാലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇതാണ്, നിങ്ങളുടെ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ റൈറ്റ്സ് ആണ് അതൊക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നമ്മളവിടെ 2 വട്ടം ഒന്ന് ഞെക്കി കഴിഞ്ഞിട്ട് ഒരു 50 ലിറ്റാണ് കേട്ടോ. ബ്രഷ് സ്മൂത്തിലിട്ടിട്ട് 50 ലിട്ടിട്ട് അവിടെ 2 വട്ടം ഞെക്കിയിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ആ ഒരു ലെയർ തന്നെയാണോ സെലക്ട് ചെയ്തതെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ഗോഷ്യനിൽ പോയിട്ട് ഗോഷ്യൻ ബ്ലർ എടുക്കണം. ബ്ലറിൽ പോയിട്ട് ഗോഷ്യൻ ബ്ലർ എടുത്തിട്ട് അതിനകത്ത് ചെറിയൊരു എഫക്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് കുറച്ചൊന്ന് മങ്ങിയൊരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് അതിനെ പിടിച്ച് Ctrl+T അടിച്ചിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് ടിക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തുവാ ഈ ഇരിക്കുന്ന മപ്പ് സാധനം കിട്ടു സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല ചൂട് ദോശ പോലെ തിളങ്ങുന്നു ഗൈസ് ഇവിടെ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന മുത്തുപടികളൊക്കെ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ക്ലാൻ തുടങ്ങുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്കും കൂടെ സന്തോഷം പകരുക. ഓക്കെ ഗൈസ്, സീ യു സൂൺ. ദിസ് ഈസ് അബൂസ് സൈനിങ് ഓഫ്.